ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചിക്കൻ 3/4 കിലോ, ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞത്, ഒരു മുട്ട, കോൺഫ്ലോർ ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന് എടുക്കാം, മല്ലിയില, ഉപ്പ്, വറുക്കുന്നതിന് ആവശ്യമായ എണ്ണ എന്നിവയാണ് വേണ്ടത്. നമ്മൾ ആദ്യം ഒരു കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. എരിവിനായിട്ട് കാന്താരിമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാന്താരിമുളക് ഏകദേശം ഒരു എണ്ണം പറയുകയാണെങ്കിൽ ഒരു 30 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ലതുപോലെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക. അപ്പോൾ ഒരു ഗ്രീൻ കളറിലായിരിക്കും ആ പേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് ആവശ്യത്തിന് കോൺഫ്ലോർ ചേർക്കുക. കോൺഫ്ലോർ ചേർത്തിട്ട് ഉപ്പ് ആഡ് ചെയ്യുക. പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഒഴിക്കുക. പിന്നെ നാരങ്ങാനീര് നേരത്തെ എടുത്ത് വെച്ചിരുന്ന അത് അതിലേക്ക് ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി ചേർക്കുക. ഇളക്കി ചേർത്ത് വെച്ചതിലേക്ക് നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചിക്കനിൽ നന്നായി ഇളക്കി ചേർത്ത് പിടിപ്പിക്കുക. ഒരു 2-3 മിനിറ്റ് അതിൽ മിക്സ് ചെയ്യണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ ഇൻഗ്രീഡിയൻസ് അരച്ചതെല്ലാം നല്ലതുപോലെ പിടിക്കത്തക്കവണ്ണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമ്മളൊരു 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. എരിവും പുളിയും ഉപ്പും എല്ലാം അതിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനിത് തയ്യാറാക്കിയതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ആ സമയം കൊണ്ട് ഇതിനകത്തേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചേർത്തത്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം അടുപ്പിലേക്ക് എണ്ണ ചൂടാക്കാനായി വെച്ചു. ഗരം മസാല മുഴുവനായിട്ട് ഞാൻ ഉപയോഗിച്ചില്ല. പെരുംജീരകം മാത്രമാണ് മസാലയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്തത്. വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. എണ്ണ ചൂടാക്കാനായി വെച്ച് എണ്ണ നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു. മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരുന്നത്. കാരണം നമ്മളിത് മുട്ടയും കോൺഫ്ലോറും ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും. അത് ഒഴിവാക്കാനായി മീഡിയം ഫ്ലെയിമിലാണ് വറുത്തെടുത്തത്. ചിക്കൻ കഷ്ണങ്ങളെല്ലാം എണ്ണയിൽ മൊരിഞ്ഞു വന്നപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്ന ആ ഗ്രേവി കൂടി അതിലേക്ക് ഒഴിച്ച് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില അല്ലാതെ തന്നെ ആഡ് ചെയ്തിരുന്നു. നല്ലതുപോലെ ഇളക്കി ഒരു നല്ല ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിത് പാത്രത്തിലേക്ക് കോരി മാറ്റാവുന്നതാണ്. ഇളം ചൂടോടുകൂടി തന്നെ ഇത് നമുക്ക് സെർവ് ചെയ്യാം. ചപ്പാത്തി, അപ്പം എന്നിവയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കാന്താരി ചിക്കൻ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുമല്ലോ. ഞാനിതിൽ കുറച്ച് സവോളയും കൂടി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്.